ക്ലിന്റിന്റെ ജീവിതം സിനിമയാകുന്നു. അതിശയ ബാലനായ ക്ലിന്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? തന്റെ 7 വയസ്സെന്ന ആയുസ്സിനുള്ളിൽ നിറങ്ങൾ കൊണ്ട് തന്റെ ഭാവനയിൽ വിടർന്ന രൂപങ്ങൾക്ക്, അത്ഭുതാവഹമായ രൂപഭാവങ്ങൾക്ക് വെളിച്ചവും തിളക്കവും തന്റെ വിരൽത്തുമ്പുകൊണ്ട് നൽകിയ പ്രതിഭാധനനായ അത്ഭുത ബാലൻ ക്ലിന്റ് ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ലോക ചിത്രകലാ രംഗത്ത് ഇന്ത്യക്ക് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാവുന്ന ഒരു പേരായി മാറുമായിരുന്നു ക്ലിന്റിൻ വരച്ച ചിത്രങ്ങളും ആ ചിത്രങ്ങളുടെ ആഴവും പരപ്പും ശ്രദ്ധിച്ചാൽ അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത ആഴവും പരപ്പും ആ പ്രതിഭയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പോഴും കാഴ്ചയിൽ നവീനമായ അനുഭവങ്ങൾ പകർത്തുന്ന സൃഷ്ടികൾ. തന്റെ 7 വയസ്സിനുള്ളിൽ നിറങ്ങൾ കൊണ്ടവൻ സൃഷ്ടിച്ച അതിശയങ്ങൾ അത്രത്തോളമായിരുന്നു. വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ മാത്രമേ അവൻ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂ. അതിനുള്ളിൽ ലഭിക്കാവുന്നതിലേറെ അംഗീകാരങ്ങളും പ്രശസ്തിയും സ്വന്തമാക്കിയ ക്ലിന്റിനെ ദൈവം തിരിച്ചു വിളിച്ചു. ദൈവത്തിൽ നിന്നും പാറി വന്ന് നിറക്കൂട്ടുകൾക്ക് രൂപം കോറിയിട്ട ആ കുഞ്ഞു ചിത്രകാരൻ ദൈവത്തിലേക്ക് മാലാഖ ചിറകുകൾ വിടർത്തി പാറി പറന്ന് തിരിച്ചുപോയി. ഒരിക്കലും മരണമില്ലാത്ത ഓർമ്മയാണ് ക്ലിന്റ്. അകാലത്തിൽ പൊലിഞ്ഞ ആ പ്രതിഭ വീണ്ടും വാർത്തകളിൽ നിറയുന്നു. ക്ലിന്റ് എന്ന കുഞ്ഞു ചിത്രകാരന്റെ കുഞ്ഞ് ക്ലിന്റ് എന്ന ആ വലിയ ചിത്രകാരന്റെ ജീവിതം സിനിമയാകുന്നു. ക്ലിന്റ് എന്ന വലിയ ചിത്രകാരനെ വെള്ളിത്തിരയിലെത്തിക്കുന്നത് മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളായ ഹരികുമാറാണ്. തിരക്കഥ തയ്യാറാക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനും വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുമായ KV മോഹൻകുമാർ IAS-ഉമാണ്. ക്ലിന്റിന്റെ 6 വയസ്സു മുതൽ അവൻ മരണപ്പെടുന്ന 7 വയസ്സുവരെയുള്ള 1 വർഷത്തെ ജീവിതമാണ് സിനിമയിൽ പറയുന്നത്. അതായത് 6-ാം വയസ്സിലെ ജന്മദിനത്തിന് തൊട്ടു മുൻപ് ആരംഭിച്ച് 7-ാം വയസ്സിലെ ജന്മദിനത്തിന് തൊട്ടു മുൻപ് സംഭവിച്ച മരണം വരെയുള്ള കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ജീവിത ചരിത്രമൊന്നുമല്ല, മറിച്ച് ക്ലിന്റിന്റെ ജീവിതത്തിലെ വർണ്ണാഭമായ അവസ്ഥകളുടെ പകർത്തിവെക്കലാണ് ഈ സിനിമ. ക്ലിന്റ് വരച്ച ചിത്രങ്ങൾക്ക് സിനിമയിൽ വലിയ പ്രാധാന്യമുണ്ട്. ഒപ്പം കുടുംബാന്തരീക്ഷവും കടന്നുവരും. ക്ലിന്റ് എന്ന പ്രതിഭയുടെ പ്രസക്തി വിളിച്ചറിയിക്കുക എന്നതാണ് ഈ സിനിമയുടെ ലക്ഷ്യം. ഈ സിനിമയുടെ തുടക്കം മുതൽ 2-ാം പകുതിയുടെ പകുതിയോളം ആ ജീവിതത്തിൻ്റെ സന്തോഷകരമായ ചുറ്റുപാടുകളാണ് അവതരിപ്പിക്കുക. അവസാന രംഗങ്ങളിൽ മാത്രമായിരിക്കും ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് പോലെ അവശേഷിക്കുന്ന ക്ലിന്റിന്റെ എന്നേക്കുമുള്ള വിടവാങ്ങൽ ഈ സിനിമയെ തീവ്രമാക്കുക. ഈ സിനിമ ഒരിക്കലും ഓഫ് ബീറ്റുകളിൽ ഒതുക്കി നിർത്തുന്ന സിനിമയായിരിക്കില്ല, മറിച്ച് കളർഫുൾ സിനിമയായിരിക്കും. ക്ലിന്റ് ബുദ്ധിമാനും നിരീക്ഷണത്വരയുമുള്ളവനും ആയിരുന്നു. കൂട്ടുകാർക്കിടയിൽ അവനൊരു കമാൻഡിംഗ് പവർ ഉണ്ടായിരുന്നു. നല്ല നേതാവും സുഹൃത്തും ചിത്രകാരനുമൊക്കെയായ ബാലൻ സംവിധായകനും തിരക്കഥാകൃത്തും ചേർന്ന് 1 വർഷത്തിലെ ഗവേഷണത്തിനൊടുവിലാണ് ക്ലിന്റിന്റെ കഥ തയ്യാറാക്കിയത്. സിനിമയ്ക്ക് ടൈറ്റിൽ തീരുമാനിച്ചിട്ടില്ല. ക്ലിന്റായി അഭിനയിക്കുന്നതിന് 2000 പേരെ ഓഡിഷൻ നടത്തിയിട്ട് 25 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും. ഹരികുമാർ സംവിധാനം ചെയ്യുന്ന 18ാമത്തെ സിനിമയാണ് ഇത്. KV മോഹൻകുമാർ തിരക്കഥ തയ്യാറാക്കുന്ന 3ാമത്തെ സിനിമയും. 2010 മികച്ച കുട്ടികളുടെ സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയെടുത്ത കേശു എന്ന സിനിമയാണ് മോഹൻകുമാർ തിരക്കഥ തയ്യാറാക്കിയ ആദ്യ സിനിമ. ശിവൻ ആയിരുന്നു കേശുവിൻ്റെ സംവിധായകൻ. തുടർന്ന് ശ്രാദ്ധശേഷം എന്ന സ്വന്തം നോവൽ മഴനീർത്തുള്ളികൾ എന്ന VK പ്രകാശ് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയാക്കി. മീര ജാസ്മിൻ, മൈഥിലി എന്നിവരാണ് ഈ VKP സിനിമയിൽ നായികമാരായത്. നരൻ നായകനാവുന്ന ഈ സിനിമ ഉടൻ പ്രദർശനത്തിനെത്തും. KV മോഹൻകുമാറിൻ്റെ 3ാമത്തെ തിരക്കഥയാണ് ക്ലിന്റിന്റെ കഥ.